കൊല്ലം അച്ചൻകോവിലിലെ വനവാസി വിഭാഗം ബുദ്ധിമുട്ടിലാണ്. വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവന മാർഗം നയിക്കുന്നവരാണ് ഭൂരിഭാഗവും. എന്നാൽ ശേഖരിക്കുന്ന വിഭവങ്ങൾക്ക് ആവശ്യമായ തുക നൽകുവാനോ മറ്റൊരിടത്ത് വിൽക്കുവാനോ വനം വകുപ്പ് അനുമതി നൽകുന്നില്ല എന്നതാണ് ജനങ്ങളുടെ പരാതി. ഞങ്ങൾ വനത്തിൽ നിന്ന് തേനെടുത്ത പുറത്തൊന്നും കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വനത്തിൽ നിന്ന് തേനെടുത്താൽ ശരി തന്നെ, പിന്നെ മണ്ണിലൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ട സ്ഥിതിയാ. അല്ലാതെ ഞങ്ങൾക്ക് പുറത്തൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അത് കേസാവും. നമ്മൾ ചെന്ന് പാസ് ചോദിക്കുമ്പോഴ് അവര് പറയുന്നത് അങ്ങനെ പെണ്ണുങ്ങൾക്ക് മാത്രമേ പാസ് തരത്തുള്ളൂ, ആണുങ്ങൾക്ക് പാസ് തരത്തില്ലെന്ന്. പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് കയറി എങ്ങനെ കാട്ടി കയറി തേനും കുന്തിരിക്കവും പൊന്നുമ്പും ഒക്കെ എടുക്കും. 180ഓളം കുടുംബമാണ് അച്ചൻകോവിൽ ഗിരിജന നഗറിലുള്ളത്. ഒട്ടേറെ വർഷങ്ങളായി കാടിനുള്ളിൽ പോയി വനവിഭവങ്ങൾ ശേഖരിച്ച് അത് വിറ്റ് കിട്ടുന്ന തുക കൊണ്ട് ജീവിതം നയിക്കുന്നവരാണ് ഇവർ ഓരോരുത്തരും. മുൻപ് സഹകരണ സൊസൈറ്റി വഴിയായിരുന്നെങ്കിൽ ഇപ്പോൾ VSS വഴിയാണ് ഇവർ വനവിഭവങ്ങൾ വിൽക്കുന്നത്. എന്നാൽ ഇവർക്ക് ലഭിക്കുന്നതാകട്ടെ തുച്ഛമായ തുകയും. വനം വകുപ്പിനല്ലാതെ കുടുംബശ്രീ വഴി മറ്റൊരിടത്തേക്ക് വിൽക്കാൻ ശ്രമിച്ചവരെ ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. ഞങ്ങൾ രണ്ടും കൂടി DF അടുത്ത് ചെന്നായിരുന്നു. ഞാൻ 2 പ്രാവശ്യം DFക്ക് പരാതി കൊടുത്തു. എന്നിട്ട് പിന്നെ എന്റെ ഈ തേൻ ആദ്യമേ 1 കിലോ തേൻ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞ്, തുളസി വിളിച്ചു പറഞ്ഞ് അങ്ങനെ തേൻ പിടിച്ചപ്പോഴും ഞാൻ DF അടുത്ത് ചെന്നു. സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാർ എന്നോട് പറഞ്ഞു, നിങ്ങൾ വിറ്റോ, നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ 105 കിലോ തേൻ വിറ്റപ്പം ഫോറസ്റ്റുകാർ പിടിച്ച്. അന്നും പറഞ്ഞൊന്നും അറിയത്തില്ല. 105 കിലോ തേൻ പിടിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടും കൂടിയാണ് ചെന്നത്. രണ്ടുപേരും കൂടെ ചെന്ന് പറഞ്ഞപ്പോഴ് കുഴപ്പമില്ല, അവര് പിന്നെ വിറ്റുള്ള തന്നെ പറഞ്ഞിട്ടും അവര് വീണ്ടും പിടിച്ചത് തന്നെ. പിന്നീട് അധികൃതർ ഇടപെട്ട് ഒരാളുടെ പ്രശ്നം പരിഹരിച്ചെങ്കിലും മറ്റുള്ളവരുടെ എല്ലാം അവസ്ഥ പഴയതു തന്നെയാണ്. ആദിവാസികളെന്ന് പറഞ്ഞാൽ 100 പുറത്തോളം അംഗങ്ങളുണ്ട്. ഇത്രയും അംഗങ്ങളും ചേർന്ന് കാട്ടിൽ പോയി ചരക്ക് ഞങ്ങൾ ജീവിക്കുന്നത് മലഞ്ചരക്കെടുത്ത് തന്നെയാണ്. നാട്ടിലെ കുന്തിരിക്കാൻ, തേന്, ചെറുതേന്, പൂവ്, ചിത്തിരപ്പൂ, എല്ലാ തേനുകളും എല്ലാ മലഞ്ചരക്ക് മാത്രമേ ഞങ്ങൾ സഹകരിക്കുന്നുള്ളൂ. മലഞ്ചരക്ക് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. ഇത് നമ്മൾ സഹകരിക്കാൻ നമ്മളെ കൊണ്ട് വരത്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ സമരം നടത്തും. എന്തിനാ? തേനാണെങ്കിലും പൂവാണെങ്കിലും എല്ലാം ഭൂമിയിലോട്ട് അങ്ങ് നിരത്തി ഭൂമിയിലോട്ട് അങ്ങ് വിട്ടിട്ട് അവിടെ സമരം നടത്തുക. അല്ല, ഞങ്ങൾ അതുകൊണ്ടല്ലേ ജീവിക്കുന്നത്, നമ്മൾ അതുകൊണ്ടല്ലേ ജീവിക്കാൻ വന്നത്. ഇത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. പിന്നെ കാട്ടിൽ പോയിട്ട് തേനും കുന്തിരിക്കുകയൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ VSS കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർ ചെക്കാ തരുന്നത്. ചെക്ക് തന്നിട്ട് നമുക്ക് പിന്നെ സമയത്ത് മാറാൻ പറ്റത്തില്ല. പിന്നെ എല്ലാവർക്കും അക്കൗണ്ട് ഇല്ലാതെ തന്നെ ആൾക്കാർക്കൊക്കെ ആയിരിക്കും ചെക്ക് കൊടുക്കുന്നത്. അങ്ങനെ സമയത്ത് മാറാൻ പറ്റത്തില്ല. ഞങ്ങളിത് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ 5 മണി കഴിഞ്ഞാൽ അവർ VSS തുറക്കത്തില്ല. പുറത്ത് എവിടെയെങ്കിലും കൊടുത്തെങ്കിലേ ഞങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ തേൻ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് മണ്ണിലൊഴിച്ച് പിന്നെ കളയാനല്ല നമുക്ക് പറ്റത്തുള്ളൂ. ചെറുതേനും വൻതേനും കുന്തിരിക്കവും ഉൾപ്പെടെ നിരവധി വനവിഭവങ്ങൾ ഇവർ ശേഖരിക്കുന്നുണ്ട്. ഇതൊക്കെ ശേഖരിക്കണമെങ്കിൽ 20ഓളം ദിവസം വനത്തിൽ ചിലവഴിക്കണം. എന്നാൽ 15 ദിവസത്തെ പാസാണ് വനം വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ മാറ്റം വരണമെന്നും ആവശ്യമായ തുക വിഭവങ്ങൾക്ക് നൽകണമെന്നുമാണ് ജനങ്ങൾ പറയുന്നത്. ഒപ്പം VSSന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് മാറ്റം വരണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ജനം, കൊല്ലം.